നമ്മളെല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ചില ആളുകൾക്ക് പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം. പാട്ട് പാടുന്നവർക്കാകട്ടെ അതിൻ്റേതായ രീതിയിലുള്ള കരോക്കെ ട്രാക്ക് കിട്ടുകയാണെങ്കിൽ നല്ല രൂപത്തിൽ പാട്ട് പാടാനും സാധിക്കും. എന്നാൽ എല്ലാ പാട്ടിൻ്റെയും കരോക്കെ നമുക്ക് യൂട്യൂബിൽ പോലും ലഭ്യമല്ല. ചില പാട്ടുകളുടെ കരോക്കെ പാട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ കരോക്കെ നമുക്ക് കിട്ടുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏത് പാട്ടിൻ്റെയും കരോക്കെ നമുക്ക് മൊബൈലിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെയിൽ ഐ ഡി വെച്ച് ഇത് നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ഈ പ്ലസ് ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി അല്ലെങ്കിൽ ഫയൽ ആപ്പ് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ആ ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫയൽ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മുകളിൽ തന്നെ ഓഡിയോ വീഡിയോ എന്നൊക്കെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഓഡിയോ തിരഞ്ഞെടുക്കുകയാണ്. അതിൽ നിന്നും ഒരു പാട്ട് ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ്. പാട്ട് തിരഞ്ഞെടുത്ത ശേഷം ഇവിടെ ലോഡാകുന്ന കുറച്ച് സമയം ഉണ്ടാകും. കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ലോഡായി വരും. ഇവിടെ ഞാൻ ഓൾറെഡി പാട്ട് ഒന്ന് ലോഡാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ പാട്ടിൻ്റെ കരോക്കെ മാത്രമേ എനിക്ക് വേണ്ടൂ. ഈ പാട്ടിൻ്റെ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കരോക്കെ ട്രാക്ക് യൂട്യൂബിൽ പോലും ലഭ്യമല്ല. ഞാൻ യൂട്യൂബിൽ ഇല്ലാത്ത കരോക്കെ ട്രാക്ക് ഇല്ലാത്ത ഒരു പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് എങ്ങനെ കരോക്കെ നിർമ്മിക്കാം? ഞാനിപ്പോൾ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഇപ്പോൾ പ്ലേ ചെയ്തിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ വോക്കൽ റിമൂവ് ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലുള്ള ആ ഒരു മൈക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അവിടെ ഞാൻ ഫുള്ള് 0 വെച്ചപ്പോൾ ആ പാട്ട് മാത്രം റിമൂവ് ആയിട്ട് ബാക്കിയുള്ള ഇൻസ്ട്രുമെൻ്റ് മറ്റുള്ള കാര്യങ്ങൾ മ്യൂസിക്കൊക്കെ അതിൽ നിലനിൽക്കുന്നുമുണ്ട്. ഇങ്ങനെ നമുക്ക് വോക്കൽ വേണമെങ്കിൽ വോക്കൽ റിമൂവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വോക്കൽ മാത്രം മതി, നിങ്ങൾക്ക് മ്യൂസിക് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എക്സ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഡിവൈസ് എന്ന ഭാഗമുണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഞാനിപ്പോൾ സേവ് ടു ഡിവൈസ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ മിക്സ് അതുപോലെ തന്നെ സെപ്പറേറ്റഡ് ട്രാക്സ് എന്നൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ട്രാക്സ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകും. അല്ലെങ്കിൽ ഓഡിയോ മിക്സ് എന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തത് മാത്രം നിങ്ങൾക്ക് സേവ് ആക്കാൻ സാധിക്കും. ഞാനിവിടെ ഓഡിയോ മിക്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ MP3 വേണമെങ്കിൽ MP3 അല്ലെങ്കിൽ M4A ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ MP3 സെലക്ട് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുക്കുകയാണ്. ഇത് എക്സ്പോർട്ട് ആകുന്ന ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആയി വരും. ഏത് പാട്ടിൻ്റെയും നിലവിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത ഏത് പാട്ടും നിങ്ങൾക്ക് കരോക്കെ ട്രാക്കായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ പാട്ട് മാത്രം മതി, മ്യൂസിക് വേണ്ട എങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പാട്ട് പാടുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഞാനിപ്പോൾ ഗാലറി തുറന്നു നോക്കുകയാണ്. ഗാലറി തുറന്നിട്ട് ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ആ പാട്ടുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ വോക്കൽ റിമൂവ് ചെയ്ത ആ പാട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടും കരോക്കെ ട്രാക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.